നമ്മൾ ഏകദേശം 1 മണിക്കൂറായിട്ടാണ് യാത്ര കാട്ടിനുള്ളിൽ കൂടി പോരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കണ്ട റിസോർട്ടാണ് ഇതാണെന്നുണ്ടെങ്കിൽ ആ പൂട്ടി കിടക്കുകയാണ്. ഇതിന് മുന്നേക്ക് ഇഞ്ഞുണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് നിൽക്കാന്നുണ്ടെങ്കിൽ ആ റിസോർട്ട് പൂട്ടി പോയിരിക്കുന്നത്. അപ്പോൾ ആരും വരാഞ്ഞിട്ട് അങ്ങനെ വേര് വെളുത്തിട്ടു. ഞാൻ മാത്രം ഉള്ളൊരു 1500 ഏക്കർ. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ കൊടുകുത്തിമലയിൽ ഒരു ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോകട്ടെ. നമ്മൾ ടെൻ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ രാത്രി അവിടെ ക്യാമ്പ് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി. ഒരു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടിയിൽ വന്ന ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പൾസർ 180 ആയിരുന്നു, പക്ഷേ എന്നാലും ഭയങ്കര റിസ്ക് ചെയ്യുന്ന ഉള്ളിൽ കയറാൻ. ഈ ഏരിയ മാത്രമേ ഗൂഗിൾ മാപ്പിലുള്ളൂ. ഇവിടുന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഡീപ്പായിട്ടുള്ളൊരു ഏരിയയാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫോറസ്റ്റും റൈറ്റ് സൈഡിൽ സാധാ റബ്ബറും തോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ആരും ഇല്ലാത്തൊരു ഏരിയ കൂടിയാണ്, ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഏരിയ കൂടി കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല കെയർഫുള്ളായി ശ്രദ്ധിച്ച് വരിക. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇവിടുന്ന് അങ്ങോട്ട് ഓഫ് റോഡ് തുടങ്ങുകയാണ്. നമുക്ക് നിങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഓഫ് റോഡ് തുടങ്ങട്ടെ. പിന്നെ ഇനി അധികം ഓഫ് റോഡല്ല, ഇവിടുന്ന് റോഡ് കംപ്ലൈൻ്റ് ആണ്. കുറേ ഭാഗത്ത് കുറേ റിനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വരുന്ന വരും കാണാൻ പറ്റും. പിന്നെ വീഡിയോ ലോങ് ആക്കണ്ടല്ലോ എന്ന് കരുതി കുറേ ഭാഗത്ത് ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. പിന്നെ നമ്മളെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ ചെറിയൊരു അരുവിണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കി നമുക്ക് കാണാൻ പറ്റും. ഒരു മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങി വരുന്നതാണ്. മഴക്കാലത്തൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടുന്ന്. പിന്നെ ഇനി ഏകദേശം നമ്മൾ ബൈക്ക് നിർത്തി വാഹനം പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞൊരു ഏരിയയാണ് ഇത്. ഇവിടെ നമ്മൾ നടന്ന് പോകട്ടെ. നമ്മൾ ഏകദേശം ഒരു 4 കിലോമീറ്ററും കാട്ടിനുള്ളിൽ കൂടി നടന്നിരിക്കുന്നത്. കാടാണ് ഒരു സൈഡിൽ ഇതാണ് റബ്ബർ തോട്ടം ഞാൻ പറഞ്ഞല്ലോ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ വാഹനം കടക്കാൻ പാടില്ല ബോർഡ് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നടന്നാണ് വന്നിട്ട് കുറേ നടന്നതിന് ശേഷം കുറച്ച് 3 മലയാളീസോട് വർക്ക് ചെയ്യുന്നുണ്ട്, റബ്ബറിൻ്റെ സംബന്ധിച്ച് വർക്ക് കാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു ബൈക്ക് കയറ്റിയാൽ മതി, കാരണം കുറേ ഇനിയും പോകാണ്ട്. അപ്പം ബൈക്ക് ലഗേജ് അവിടെ വെച്ചിട്ട് ബൈക്കായിട്ട് പോരായെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും താഴത്തേക്ക് നടന്നു ഷോർട്ട് കട്ട് പറഞ്ഞത്. അങ്ങനെ പോയി ഇവർ പറഞ്ഞ സ്ഥിതിക്ക് പോയി ലഗേജൊക്കെ എടുത്തിട്ട് പിന്നീട് ഞാൻ വീണ്ടും ഇതേ ഏരിയയിൽ കൂടി ബൈക്കായിട്ട് വന്നിട്ടോ. കാരണം വിഷ്വൽ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഓൾറെഡി ഞാൻ ടയർഡായിരുന്നു. പിന്നെ നമ്മൾ ഏകദേശം ഇവിടുന്ന് പിന്നെ ഒരു 5 കിലോമീറ്ററോളം ഉള്ളിൽ കൂടി പോകാണ്ടുണ്ട്. 2-3 ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇത് നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. ഇവിടുന്ന് ഒരുപാട് വീട് ആളില്ലാത്തതൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ കേട്ടോ. സത്യം പറഞ്ഞാൽ രാത്രി നിൽക്കാൻ ചിലർക്ക് പേടി, അങ്ങനത്തെ ഒരു ഏരിയ ആണ്. പിന്നെ ഇതിനുള്ളിൽ ഇതാ ഒരു റിസോർട്ട്, ഇതാ ആളില്ലാത്ത റിസോർട്ടാണ്. യാത്ര കാട്ടിനുള്ളിൽ കൂടി പോരാൻ തുടങ്ങിയിട്ട് അപ്പോൾ കണ്ട റിസോർട്ടാണ് ഇതാണെന്നുണ്ടെങ്കിൽ ആ പൂട്ടി കിടക്കുകയാണ്. ഇതിന് മുന്നേക്ക് ഇഞ്ഞുണ്ട് വേണ്ട കാട്ടിന് നടുവിലാണ് ഈ റിസോർട്ട് കിടക്കണത്. വേണ്ട 2 കോട്ടേജുള്ളത്, പക്ഷേ പൂട്ടിപ്പോയി, ആരുമില്ല. എന്താ ഈ കാട്ടിൻ്റെ ഒത്ത നടുവിൽ നമ്മൾ ഏകദേശം ഇപ്പോൾ 1 മണിക്കൂറായി. മുൻഭാഗത്തേക്ക് ഇഞ്ഞുണ്ട് റോഡ്. നമ്മൾ 3 മണിക്ക് കയറാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞ് 4:30 ആയി. 1.5 മണിക്കൂറായി കാട്ടിനുള്ളിൽ കൂടി ചുറ്റി നടക്കാൻ. ഇതുവരെ ബൈക്ക് വരുള്ളൂ കേട്ടോ. ഞാൻ നോക്കി ഇനി മുന്നിലേക്ക് ചെന്ന് നോക്കട്ടെ എന്താ പാടെന്നുള്ളത്. അതിന് ശേഷം ഇവിടുന്ന് ബൈക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. മീൻസ് താഴത്ത് വേറെ ഡെസ്റ്റിനേഷൻ ഉണ്ട് അവിടെ, കാരണം ഇത് മുകളിൽ കയറുന്നില്ല. അതിന് ബൈക്ക് ഞാൻ ലോക്കാക്കി മുകളിൽ ചെന്ന് നോക്കാനുള്ള പരിപാടിയാണ്. കാരണം ചിലപ്പോൾ ടെൻ്റ് അടിക്കാൻ പറ്റും ഇവിടെ, ഇല്ലാന്നുണ്ടെങ്കിൽ താഴത്തൊരു സ്പോട്ട് കൂടി ഉണ്ട്, അവിടെ പോയി ഇങ്ങനെ ടെൻ്റ് അടിക്കാനാണ് പരിപാടി. ഇത് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ കൈ എന്തെങ്കിലും ചെയ്താൽ ഒന്നും കാട്ടാല്ല, ഇവിടെ നിൽക്കാന്നല്ലാതെ ഒരു പരിപാടിയും വേറെ ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. നീണ്ട 1.5 മണിക്കൂറിൻ്റെ യാത്രക്ക് കാട്ടിനുള്ളിലുള്ള യാത്രയ്ക്ക് ശേഷം ഇവിടെയുള്ള വ്യൂ കാണിച്ചു കേട്ടോ. 1.5 വ്യൂ തന്നെ കേട്ടത് ഇതിന് മുകളിൽ കിട്ടണായി. അതാണ് കൊടുകുത്തിമല. കൊടുകുത്തിമലൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ. ഇത് കൂടി വഴിയുണ്ട്, പക്ഷേ ഫോറസ്റ്റോട് അടച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇതിന് മുകളിലാണ് നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എൻ്റെ ബാഗ് സാധനങ്ങളൊക്കെ അതാ നമ്മളെ കവറാണ്, ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ പ്ലാൻ ഇതാ, ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ടെൻ്റ് അടിക്കും. ആകാശമൊക്കെ എന്ത് രസമാണ് ഇവിടെ കാണാൻ. ഞാൻ കാണിച്ചു തരാം ആകാശം. ഇതാണ് വ്യൂ. രാവിലെ എണീക്കുമ്പോൾ വ്യൂ ആലോചിച്ച് ചെറിയ ഒരു ചാറ്റൽ മയം അവിടെ കിട്ടണം. വണ്ടി നമ്മളുടെ താഴത്താണ് അവിടെ കിടക്കുന്നുണ്ട്, അത് മുകൾക്ക് എടുത്തുകൊണ്ടിരണം. ഒരു പൊട്ടത്തരം പറ്റി, എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ലൈറ്റർ വാങ്ങിയില്ല ഗ്യാസ് കത്തിക്കാൻ. ഇനി വണ്ടി വന്ന് കത്തിക്കാം, അതാണ് പ്ലാന്. എന്തായാലും വണ്ടി എടുത്ത് കയറ്റം മുകളിൽ, കാരണം താഴത്ത് സേഫ് എല്ലാം തോന്നുന്നു. ആ റിസോർട്ടിലൊന്നും ആരുമില്ല, പന്നിയാൾ അക്രമം ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ചെന്നോക്കട്ടെ. ഞാൻ വണ്ടി എടുത്താണ് വന്നിട്ട് ബാക്കി ടെൻറ്റ് സെറ്റ് ചെയ്യണം.
ഇത് പിന്നെ ഒരു ഫാമിലി ടെൻ്റ് ആട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഉള്ളിൽ. ഏകദേശം ഒരു 3 ആൾക്ക് നിൽക്കാൻ പറ്റും ഇതിനുള്ളിൽ. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ 3 എന്താ ഉണ്ടാവുമല്ലോ, 3 4 കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2 അഡൾട്ടും 2 കിഡ്സിനും നിൽക്കുക, സുഖമായിട്ട് നിൽക്കട്ടോ. പിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇതിന് 2 കുളത്തുണ്ടായിരുന്നു ഭൂമിയിൽ എർത്തിനായിട്ട് കണക്ട് ചെയ്തിരിക്കണം, അത് എടുക്കാൻ മറന്ന്. ഞാൻ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് ഇനി നമ്മൾ ബാഗേജൊക്കെ ഉള്ളിൽ കയറ്റിയതിന് ശേഷം ഇനി പുറത്തൊന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പുറത്ത് ചെന്ന് നോക്കട്ടെ, ഇനി അത് ഞാൻ കാണിച്ചു തരാം. അധികം ദൂരമൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടെ താഴെ ഇനി എന്താ ഉള്ളത് നോക്കട്ടെ. കുറച്ചാണ് താഴത്തേക്ക് പോവാം. റോഡ് അങ്ങനെയുള്ളത്, പക്ഷേ ഫോറസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഫോറസ്റ്റർ അവിടെ അടച്ചിട്ടുണ്ട്. ബൈക്കും ഒന്നും അങ്ങനെ പോകില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോയാൽ നമുക്ക് കൊടുകുത്തിമല വന്ന് ഇറങ്ങായിരുന്നു, പക്ഷേ പോള ഗ്യാപ്പില്ല. പിന്നെ ഇതാ ഇവിടെയൊക്കെ JCB എന്താണെന്നല്ല, ഇനി ഇങ്ങനെ മരങ്ങളൊക്കെ ഇതാ ഇപ്പോൾ ഇത് എറിഞ്ഞിട്ടുണ്ടാ. JCB വന്നിട്ടാണോ ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല. കുറേ മരങ്ങൾ അത് അവിടെ കിടക്കുന്നുണ്ട്. താഴത്തേക്ക് വഴിയുണ്ട്, പക്ഷേ റിസ്ക് എടുക്കണില്ല. ഏകദേശം ഇപ്പം കാട് പോലത്തെ ഒരു ഏരിയയാണ്. കൊടുകുത്തിമലൻ്റെ ഒരു സൈഡത്തെ വ്യൂ ആണത്. ആ സൈഡ് കാണുന്നത് കാണുന്നത് കൊടുകുത്തിമല വന്നവർ കാണാൻ ആരുണ്ടാവും. ആ മുകളിൽ നിന്നുള്ള വ്യൂ ആണത്. നമ്മളത് ഇങ്ങോട്ട് ബോർഡൊക്കെ ഫുള്ള് കോടിറങ്ങി മൂടിക്കണേ. അമ്മണിക്കാടാണ് ആ സ്ഥലം, ആ താഴഭാഗമുള്ള കേട്ടോ. നമ്മൾ അവിടുന്ന് കൊടുകുത്തിമലയ്ക്ക് അങ്ങനെ കയറി പോക്കി. പക്ഷെ നമ്മൾ അവിടുന്ന് പിന്നെ ഒരു 2-3 കിലോമീറ്ററിൻ്റെ അടുത്ത് വന്നിക്കണേ. അവിടുന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയിരിക്കണത്, ഈ ബേസ് ക്യാമ്പല്ല, ഈ ക്യാമ്പക്ക്. ഇവിടെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ഒറ്റപ്പെട്ട സ്ഥലമാണ്. വരിക എന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വരിക. വെച്ചാൽ മൊബൈൽ റേഞ്ചില്ല. ഇതിന് മുകളിലൊന്നുമില്ല. ഞാൻ താഴത്തേക്ക് വീട്ടിൽ നിന്ന് വിളിക്കേ, റേഞ്ചില്ല. കഴിഞ്ഞിട്ട് ഇനി മൊബൈൽ ഈ വോഡഫോൺ ആണല്ലോ, അപ്പോൾ തീരെ റേഞ്ചില്ല. മലമുകളിൽ ചായയും കുടിച്ചൊരു ദിവസം. ബാഗിരുന്ന് അതിൽ വെളിച്ചെണ്ണ തട്ടിപ്പോയിക്കണേ. ചെറുങ്ങനെ പോയിക്കണതാ. വെളിച്ചെണ്ണ കുപ്പി സൈഡിൽ വെച്ചിക്കണേ. ഇനി ബാക്കിയൊക്കെ സെറ്റാക്കണ്ട്. ഏറ്റവും വലിയ അബദ്ധം പറ്റിയ എന്താ വെച്ചാൽ ഇതൊക്കെ കൂടുന്നുണ്ട്. ക്യാമ്പയിലുള്ള സ്റ്റൗവും കാര്യങ്ങളൊക്കെ കൂടുന്നത്, തീപ്പെട്ടി കൊടുന്നില്ല. ഇനിയിപ്പോൾ കത്തിക്കൽ വണ്ടിയിൽ നിന്ന് എടുത്ത് കത്തിക്കേണ്ടി വരും. കത്തിക്കാൻ പറ്റിയോ നോക്കട്ടെ. ഇനി എന്തായാലും ഞാൻ ഇതിനുള്ളിലൊന്ന് സെറ്റാക്കട്ടെ. കാരണം ഇരുട്ടായ പിന്നെ ലൈറ്റും കാര്യമൊന്നും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വെക്കട്ടെ. നമ്മൾ കുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സാധനങ്ങളൊക്കെ കൊടുത്തിരിക്കണേ. പിന്നെ നമ്മളെ കയ്യിലുള്ള സാധനം എന്താ വെച്ചാൽ എടുക്കാനുള്ള മസ്റ്റായിട്ട് സാധനം പുതപ്പ് ഞാൻ എടുത്ത് ഇന്ന്. പക്ഷെ സംബന്ധിച്ച് തണുപ്പുണ്ടാവും എനിക്ക് അത്ര അറിയില്ലായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായി ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. കട്ടിംഗ് ബോർഡ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് സ്ലീപ്പിംഗ് ബാഗാണ്, സ്ലീപ്പിംഗ് മാറ്റാണ്. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്ലോറിൽ കിടക്കുക. മീൻസ് ഈ ഫ്ലാറ്റായിട്ടുള്ള സർഫസ് അല്ല, കുറേ ഇങ്ങനെ കയമോ നിൽക്കുന്നുണ്ടാവും. അപ്പം ബാക്ക് പെയിന് കാര്യങ്ങളൊക്കെ വരും. പ്രോപ്പർലി സ്ലീപ്പിങ്ങും ഓക്കെ ആവില്ല. അപ്പോൾ ഇത് വിരിച്ചിട്ട് കിടക്കുക എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാം. പിന്നെ ഉള്ള വിഷയം എന്താ വെച്ചാൽ ലൈറ്റ് ഉണ്ട്. നമ്മളെടുത്ത് 2 ലൈറ്റ് കൊടുത്തിക്കണ്. പിന്നെ സൂപ്പറായിട്ട് കിടക്കാൻ പറ്റിയ ഓപ്ഷൻ ആയതുകൊണ്ട് ഉറക്കം മുഖ്യമാണല്ലോ. പിന്നെ ഉള്ള എന്താ വെച്ചാൽ സ്റ്റൗ കാര്യങ്ങൾ എല്ലാം നേരത്തെ ഞാൻ പറഞ്ഞിരിക്കണമെന്ന് തോന്നുന്നു, ഞാൻ മറന്നു പോയതാണ്. പിന്നെ മഴനെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ മഴ ഇത്രയും നേരിട്ട് പെയ്തിട്ടില്ല. രാത്രി മഴ ഉണ്ടെന്ന് ചോദിച്ചിരിക്കണ്. അപ്പോൾ സ്റ്റൗ ആണിത്, ഓൺലൈൻ വാങ്ങിയതിന്. പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. കുടിവെള്ളം 2 ബോട്ടിലുണ്ട്, അത് മതിയാവും ഒരു ദിവസത്തിന്. പിന്നെയുള്ള എന്താ വെച്ചാൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിലുള്ള ലൈറ്റാണ്. അത് 2 ഉണ്ട്. കാരണം മൃഗങ്ങളെ ശല്യമൊന്നും ഉണ്ടാവിട്ട് കേട്ടിട്ടില്ല. ഇതിന് മുന്നൊന്നും ഇവിടെ എൻക്വയറി ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അടിപൊളി മലനെ കണ്ടുങ്ങാണ്ട് ഇന്ന് ഉറങ്ങാൻ പറ്റും. 6:15 ടൈം. അയ്യോ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എന്തായാലും വ്യൂ നല്ല കാറ്റാണ്, അടിപൊളി കാറ്റ് കാണാം. ടെൻ്റൊക്കെ ഇടുന്ന പാറിന് സമയം ഇതാ പൂർവ്വ സായനം. സമയമൊക്കെ ഇതാ വരുമ്പോഴത്തേന് ഓടിപ്പോയിക്കണ്. അപ്പം ഇനി ഫുഡ് ഉണ്ടാക്കണം. നല്ല വിശപ്പുണ്ട്. സംഭവം വിശന്നിട്ട് നിൽക്കാൻ വയ്യ. തണുപ്പും നല്ല കാറ്റും ഉണ്ട്. മഴ പെയ്യാന്ന് ഒന്നും കൂടി വൈബാ വരുന്നിട്ടാ. മഴനെ കാണാനില്ല. മഴ വരുമെന്ന് പ്രതീക്ഷയിലാണ് ഞാനും. നമ്മൾ ടോർച്ചാണ്, വെളിച്ചം കണ്ടെന്ന് അടിച്ചോക്കാം. ഈ ഫുഡ് ഉണ്ടാക്കട്ടെ. ഫുഡിന് ഞാൻ സാധനം കൂടുന്നത് വീട്ടിൽ നിന്ന് ചെയ്യാം. വീട്ടിൽ വെച്ചിന് കൂട്ടില്ല. തക്കാളി ഉണ്ട്. പിന്നെ അതുപോലെ തക്കാളി, ഉള്ളി, മുളക് ഇതിൽ പാക്കറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ വരുമ്പോൾ വാങ്ങിയ വെള്ളം കേട്ടോ. എന്തായാലും വെള്ളം തേവില്ലാന്നറിയാം. അതിന് കുടിവെള്ളം വാങ്ങി പ്രത്യേകം ഒന്നുകൂടി. നമ്മൾ കട്ടിങ് ടേബിൾ വാഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ ലാസ്റ്റ് എന്താവുമോ, അതാണ് അവസ്ഥ. അപ്പം ആദ്യം നമുക്ക് ഉള്ളി തക്കാളി കട്ട് ചെയ്തിട്ട് പാത്രമുണ്ട്. അങ്ങനെ ഉള്ളി കട്ട് ചെയ്യാണ്ട് ഇനി തക്കാളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി ഉള്ളി കട്ടിങ് കാര്യങ്ങളുണ്ട്. ചെറിയൊരു കേടുണ്ട് ഉള്ളിക്ക്. കാറ്റ് മാത്രം, വേറെ ഒന്നുമില്ല ഈ ഏരിയയിൽ സൗണ്ടായിട്ട്. മൊബൈലിൻ്റെ റേഞ്ച് ഇടക്ക് വരും ഇടക്ക് പോകും. ഇടക്കൊരു സൗണ്ട് ഉണ്ടാക്കാൻ മൊബൈൽ അത് കഴിഞ്ഞാൽ അതാണ്ടാ ഇപ്പോൾ ഒരു റേഞ്ച് വന്നതിന്. കാറ്റിന് റേഞ്ച് വരും പോകുന്ന തോന്നുന്നു.
പിന്നെ റേഞ്ചിൽ നിന്ന് തന്നെ സാധനം കിട്ടൂല. സീന് ഇനി എന്താ ഉണ്ടാവുക എഗ്ഗായിട്ടുള്ള വിഷയം. ഫാമിലി വരാത്തത് നന്നായി. കാരണം ഈ റോഡും ഏകദേശം ട്രക്ക് ചെയ്ത് കയറി വരുമ്പോഴത്തേനേ എത്തിക്കാം. തീ കത്തിക്കാൻ വെളിച്ചെണ്ണ കിട്ടുന്നില്ല. കിട്ടി വെളിച്ചെണ്ണ പാത്രത്തിൽ നിന്നാണ് പോകുന്നത്. വെളിച്ചെണ്ണ കുറച്ച് കൂടിപ്പോയി തന്നെ. കുഴപ്പമില്ല, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. ആടിയതിന് ശേഷം തക്കാളി ഇടുക. അതിന് ശേഷം നേരെ നമുക്ക് കണ്ട് എഗ്ഗ് ഇട്ട് കൊടുക്കാം. എഗ്ഗ് റോസ്റ്റ് ചെയ്യുക. എഗ്ഗ് മസാലയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ കൂടുതൽ മുളക് കൊണ്ടിട്ടിരുന്നു. ഞാൻ എണ്ണ കൂടിയാണ് കുക്ക് ചെയ്യാനായിട്ടാ. ചെറിയ പാത്രത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഞാൻ കഴിച്ചത്. ഉള്ളി പെട്ടെന്ന് ആയി കിട്ടും. മറ്റേത് ഉള്ളി ആവില്ല. കിടന്ന് വേഗം തന്നെ കുറേ ടൈം ഉണ്ടാവും. കണ്ടാ നല്ല എഗ്ഗ് റെഡിയായി. ഇതിട്ട് തട്ട വേറൊന്നുമില്ല. കഴിഞ്ഞിട്ടാ സെറ്റപ്പ്. ഒരു കോഴിവട മാത്രം പൊട്ടിയിട്ടുള്ളൂ. ബാക്കി ഇത് അടക്കട്ടെ. നല്ല കാറ്റുകൊണ്ട് ഒന്നും നടക്കൂല പരിപാടി. ഇത് നല്ല അടിപൊളി കട്ടൻ ചാണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് കട്ടൻ ചാണ്ട്. അത് ഇവിടുന്ന് ചൂടാക്കാനുള്ള വകുപ്പില്ലാത്തതുകൊണ്ടോ. ഫസ്റ്റ് ക്യാമ്പിങ് അല്ലേ, വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാന്നുള്ളത്. അപ്പം നല്ല ചായ ഉണ്ട്, കട്ടൻ ചായ. എഗ്ഗ് സാൻഡ്വിച്ച് ചൂടോട് കൂടി സാധനം. അപ്പോൾ മുന്നേ നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്തായാലും അടിപൊളിയായിട്ട് ഇതൊന്ന് തീർക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം. സമയം ഏകദേശം 10 മണിയായി. ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല കാറ്റട പുറത്ത് ടെൻറ്റ് കിടന്ന് ആടിന് കാണാം. നല്ല കാറ്റാണ് പുറത്ത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഉറങ്ങട്ടെ. രാത്രി കാഴ്ചകൾ വേറെ ഒന്നും ഇല്ലല്ലോ. ഇനി ഏതായാലും ഉറങ്ങിയിട്ട് ഞാൻ രാവിലെ പ്രഭാത കാഴ്ചകൾ കാണിച്ചു തരാം. രാവിലത്തെ സൺറൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഉറങ്ങിയിട്ട് വരാം. ഞാൻ മാത്രം ഒരു 1500 ഏക്കറയിൽ. പിന്നെ ആൾക്കാരെ കാണണമെന്നുണ്ടെങ്കിൽ ഇതേ ആ ലൈറ്റാണ് എടുത്ത് പോകണം. അടിപൊളി തണുപ്പ്. നല്ല കോടയും പെയ്ത് നല്ല രാത്രി കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ് ചെയ്ത്. കൊതുകുകളെല്ലാം പണിയുണ്ട്. കൊതുകൾക്കൂടെ രക്ഷയില്ലാതില്ല. എന്നാലും ചായ കുടിച്ചിട്ട് ഇനി ബാക്കി പ്ലാൻ ചെയ്യുന്നത് പരിപാടി. എന്നാലും താഴത്തിറങ്ങണം. കുറച്ച് കഴിഞ്ഞിട്ട് തണുത്തിട്ട് പോകാനും തോന്നുന്നില്ല. നല്ല കോടന് മുന്നിൽ സൈഡിലൊക്കെ. മഴ കിട്ടിയില്ല. മഴ കിട്ടിയാൽ ഒന്നും കൂടി രസമായിരുന്നു കേട്ടോ. തണുപ്പ് കൂടും. പക്ഷേ കൊതുക് ശല്യമൊക്കെ നിൽക്കണ്ടതാണ്. ഞാൻ പറഞ്ഞ ഹോളിതാ ഒരു തുണി അച്ഛനായിരുന്നു. ഇതിനുള്ളിൽ കൂടി ആയിരുന്നു വന്നിരുന്നത് ആശാമാർ. ഇതിവിടെ ഉണ്ടായിരുന്നത് തുന്നിയത് പൊട്ടിയതാണ് സംഭവം. അതിനുള്ളിൽ കൂടി പാറ്റണുണ്ടല്ലേ ഇവിടെ. പിന്നെ നമ്മളെ ഇതിനുള്ളിൽ നനവ് വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ ഓപ്പോസിറ്റ് ലൈറ്റ് ഒന്നും കണ്ടത് കൊതുക്. അവിടെ ഓപ്പോസിറ്റ് ലൈറ്റ് വന്നോണ്ട് കാണില്ല. ഉള്ളിലൊക്കെ നല്ല അതൊക്കെ ഉണ്ടാ. നമ്മളൊക്കെ നനവ് കാണുന്നുണ്ടായിരുന്നു. ഇതിമൊക്കെ നനവുണ്ടായിരുന്നു. ഇവിടെ ഒരു പാക്കിങ് ഒക്കെ തുടങ്ങി വല്ല യാത്ര തുടങ്ങണം. താഴത്തൊരു ചോല ഉണ്ട്. താഴത്തല്ല അടിപൊളി ചോല. അവിടുന്ന് താഴത്തല്ല അടിപൊളി ചോല ഉണ്ട്. അവിടെ പോയിട്ട് കുളിക്കണം. എന്നിട്ട് പിന്നീട് യാത്ര തുടങ്ങുന്ന പ്ലാന്. നല്ല സുഖമാണ്. തണുത്ത് മഴത്തുള്ളി കണ്ട. മഴ പെയ്തിട്ടില്ല. ചെറുങ്ങനെ കോട പെയ്തേന്ന് തോന്നുന്നു. എന്താ രസം, എന്താ തണുപ്പ്. ആ ഏരിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. മഞ്ഞിൽ കുളിച്ചിട്ട് ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി തണുപ്പും ചൂടില്ല കേട്ടോ. നല്ല അടിപൊളി മലയുടെ മേലായതുകൊണ്ട് തണുത്ത് വിറച്ച് കിടന്ന് പുതപ്പില്ലാതെ ഇന്നലെ കുടുങ്ങിന്. സംഭവം എന്താ വെച്ചാൽ ഒരബദ്ധം പറ്റി. ഞാൻ
എന്താ കാട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നേ, ഒരു നെറ്റ് പൊന്നി, അതിൻ്റെ ഉള്ളിൽ കൂടി നല്ല കൊതുകുള്ളിൽ കയറി. കൊതുകിൻ്റെ ആക്രമണം ഇരുന്നല്ല, ഒരു 12 മണിക്കാണ്ട് ഉറക്കാണ്ട് പോയിട്ട് ഒരു 4 മണി വരെ കൊതുക് തന്നെ ഇരുന്ന് പിന്നാലെ. പിന്നെ അതപ്പം നേരമാണ് ആ ഹോളാണ്ട് അടച്ച് ഞാൻ. പിന്നെ ഒക്കെ വൈബ് ഓക്കെ. ഇന്നലെ നമ്മൾ ചായ കുടിച്ചിട്ട് ഭക്ഷണമൊക്കെ ചെയ്ത് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് എല്ലാം താഴത്തേക്ക് ഇറങ്ങണം. മഞ്ഞ് അവിടെ കോടിറങ്ങിയില്ലേ, അതേപോലെ ഇനി ഇവിടെ വരും തോന്നുന്നു. കണ്ടില്ലേ നമ്മളെ വണ്ടിമൊക്കെ നനഞ്ഞിക്കണം ആകെ. സീറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അറിയില്ല ചേട്ടാ. രാവിലെ ആ ടൈമിൽ എനിക്ക് തോന്നി ഉള്ളിൽ നനഞ്ഞേക്കുന്നുള്ളത്. സൈഡിലൊക്കെ വാട്ടർ പ്രൂഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വാഴ പെയ്തിക്കുന്നത് പെട്ടിയുന്നില്ലേ. ഒരാളും മനുഷ്യനില്ല ഒരു സ്ഥലത്തും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ, ബാഗൊക്കെ പാക്കാക്കി ഇത് നിൽക്കുന്നുണ്ട്. ടെൻറ്റിഞ്ഞ് പാക്ക് ചെയ്യാണ്ട്. അപ്പം താഴത്തൊരു ഷോലുണ്ട്, താഴത്ത് പോയി ഒന്ന് കുളിക്കുന്ന പ്ലാന്. പക്ഷെ മഴയൊക്കെ ആയത് നല്ല തണുപ്പവും ചിലപ്പോൾ രാവിലെ അല്ലേ, കാട്ടുവെള്ളമല്ലേ. പിന്നെ ഈ സൈഡിൽ ഫോറസ്റ്റാണ്, ഞാൻ പറയുന്നതല്ല, ഈ സൈഡിലും മുന്നിലും ഫോറസ്റ്റാണ്. ഈ ബാക്കിലും മാത്രമേ ജനവാസമുള്ളൂ. ജനവാസത്തിലാകെ 2 വീടുള്ളൂ, വേറൊന്നുമില്ല. അപ്പം ഇതിവിടെ നിന്ന് ഇനി ഇന്നത്തെ പരിപാടി ഇന്ന് ക്ലോസ് ചെയ്യാണ്. അടുത്തൊരു ക്യാമ്പിങ്ങിന് വീട്ടിൽ വരുന്നുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ചെയ്താൽ. ബാക്കിൽ പ്ലാസ്റ്റിക് ഉണ്ട്, ഞാൻ കൊടുക്കുന്നതാണ്. ഞാൻ എന്തായാലും പോകുമ്പോൾ തിരിച്ച് കൊണ്ടുപോകും. നമ്മളടുത്ത് കവറുണ്ട്. ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല, കാരണം ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല. പിന്നെ ഇവിടെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. എന്നാൽ പറഞ്ഞു തോന്നുന്നു, എന്നാൽ സംഭവം എനിക്കറിയില്ല. കുറേ മരങ്ങൾ അപ്പുറത്ത് വീണെടുക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് താഴ്ചയാണ്, ഇതിൻ്റെ താഴത്തേക്ക് താഴ്ച ഒന്നും കാണാനില്ല. അവിടെ മരം മാത്രമേ നമുക്ക് കറക്റ്റ് കാണുക. അപ്പം നിങ്ങളെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ അറിയാം, എഴുതി അറിയിക്കുക മറക്കരുത്. അപ്പോൾ അതേപോലത്തെ ക്യാമ്പിങ്ങിന് നല്ലൊരു സ്പോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് അവിടെ ക്യാമ്പ് ചെയ്യാം. എന്തായാലും മറ്റൊരു വീട്ടിൽ വീണ്ടും കാണുന്നവരെ ബൈ.